നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ് ആണ്. നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്ന ഡേറ്റ് 16/6/2024 ഞായറാഴ്ചയാണ്. നമ്മളിപ്പം അമ്പലപ്പുഴ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണുള്ളത്. ഇവിടെ വരുമ്പോൾ ഒരു 4 ഗർഡറുകളുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗർഡറുകൾ ഉയർത്തി വെച്ചിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ട് തൂണുകളുടെ നിർമ്മാണം നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പം ഇടത്തെ ഈ സൈഡിലായിട്ട് 2 ഗർഡറുകളുടെ പണി കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മളിഞ്ഞ് നേരെ ഈ പായൽക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരെ ഇവിടെ നിന്ന് വലിയ പണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് തോന്നിക്കുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ 2 സൈഡിലും റീറ്റേണിംഗ് വാൾ ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയായിരിക്കും. പിന്നെ പണി ഇപ്പോൾ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 സൈഡിലും ഡ്രൈനേജിൻ്റെ പണി മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ പണി 2 സൈഡിലുമായിട്ട് ഉടൻ തന്നെ ചിലപ്പം തുടങ്ങാനായിരിക്കും സാധ്യതയുള്ളത്. വാഹനങ്ങൾ കടത്തി വിടണമല്ലോ. അപ്പം 2 സൈഡിൽ ഉടൻ തന്നെ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണി തുടങ്ങിയാലേ പിന്നെ റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങത്തുള്ളൂ. നമ്മളിനി പായൽക്കുളങ്ങര ക്ഷേത്രം എത്തുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് ഭാഗം അവർ ടാർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് കുറച്ച് നീളത്തിലായിട്ട് ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ആയിരിക്കും മിക്കവാറും മെർജിങ് പോയിൻ്റ് ഉണ്ടാവാനുള്ള സാധ്യതകൾ. മിക്കവാറും ഈ ഒരു ഭാഗത്തായിട്ട് പണി തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നിക്കുന്ന ഈ ഒരു ഭാഗത്ത് മെർജിങ് പോയിൻ്റ് ആയിരിക്കും. നമ്മളിപ്പം പായൽക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ മുതൽ നല്ല ആക്റ്റീവായിട്ടുള്ള പണി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 മാസം മുമ്പേ ഉള്ള കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് 2 മാസം മുമ്പേ ഉള്ള കാഴ്ചകൾ. അന്നത്തെ വീഡിയോയ്ക്കകത്ത് നമുക്കിപ്പം കാണാൻ പറ്റും. ഇടതുഭാഗത്ത് ഒരു വണ്ടി പോകുന്ന രീതിയിൽ തന്നെ അവർ ഇടതുഭാഗത്തായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല ഇവിടെ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊന്നും ടാറിങ് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അവിടെ അന്നേരമൊക്കെ മെറ്റിലൊക്കെ ഇട്ട് നിർത്തിയിരിക്കുന്നതാണ് കഴിഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പം അയ്യങ്കോയിക്കൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരെയുള്ള പഴയ വീഡിയോ ആണ്. April 16, 2024 വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏകദേശം ഒരു 2 മാസം മുമ്പേ ഉള്ള വീഡിയോ ആണിത്. ഇവിടുത്തെ മാത്രമല്ല, നമ്മളിനി പുറക്കാട് കഴിഞ്ഞിച്ച് മുമ്പോട്ട് പോകുന്ന ഭാഗത്തേയും ഞാൻ പഴയ വീഡിയോനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തോട്ടപ്പള്ളിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തോട്ടപ്പള്ളിയിലെ കുറച്ച് ഭാഗം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് വലത്തേ സൈഡിലൊന്നും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് അന്ന് 2 മാസം മുമ്പേ ടാർ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പം നമ്മൾ പുതിയ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. വലതു ഭാഗത്ത് പുതിയ സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഇപ്പം നമ്മുടെ പഴയ റോഡിലോട്ട് കയറി കുറച്ചും കൂടെ ഭാഗം ഇവിടെ 3 വരിക്കായിട്ട് ടാർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇടത്തെ സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തേയും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് അങ്ങോട്ട് തോട്ടപ്പള്ളി ഭാഗത്തോട്ട് പോകുന്നതും തോട്ടപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന റോഡും ഇപ്പം വാഹനങ്ങൾ കടത്തി വിടുന്നത് ഇപ്പം 3 വരിക്ക് ഇപ്പം ടാർ ചെയ്തിരിക്കുന്ന ഈ ഒരു പുതിയ റോഡിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വലത്തേ സൈഡിലുള്ള ഈ റോഡൊന്നും പൊളിച്ചു മാറ്റി തുടങ്ങിയിട്ടില്ല. നമ്മളിനി നേരെ വരുന്നത് പുറക്കാട് ഭാഗത്തേക്ക് അയ്യങ്കോയ്ക്കൽ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അയ്യങ്കോയ്ക്കൽ ഭാഗത്ത് കുറച്ച് നാളിന് മുമ്പേ കുറച്ച് വീതിക്കായിട്ട് തന്നെ ടാർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ വളവ് എത്തുമ്പോൾ കാണാൻ പറ്റും. അവർ കുറച്ചും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് അവർ ടാർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടേക്ക് ഇനി വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണി തുടങ്ങാനുണ്ട്. ഇപ്പം മഴയൊക്കെ മാറി വെയിലൊക്കെ വന്ന് തുടങ്ങി പണിയൊന്ന് ആക്റ്റീവായിട്ട് വരുന്നതേ ഉള്ളൂ. വിശ്വസമുദ്ര കൺസ്ട്രക്ഷനാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. സ്യൂ കമ്പനി എന്നൊക്കെയാണ് നമുക്ക് ഡീറ്റെയിലിനകത്തുള്ളത്. പക്ഷേ വിശ്വസമുദ്രയാണ് പണിയൊക്കെ ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഇനിയും പോസ്റ്റൊക്കെ നമുക്ക് സർവീസ് റോഡിൽ നിൽക്കുന്നത് കാണാൻ പറ്റും. അതൊക്കെ ഇനി എടുത്ത് മാറ്റിയിട്ട് വേണം പണി ആരംഭിക്കാൻ. ഈ പഴയ റോഡൊക്കെ പൊളിച്ച് മാറ്റണം. ഈ ഒരു ഭാഗത്ത് കണ്ട നമുക്കിപ്പോൾ കാണാൻ പറ്റും. അയ്യങ്കോയ്ക്കൽ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടെ വീതിക്കായിട്ട് അവർ ടാർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ഇനി വലതു ഭാഗത്തൊക്കെ ഇനിയും സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണികൾ തുടങ്ങാനുണ്ട്. അമ്പലപ്പുഴ മുതൽ ആലപ്പുഴ വരെയുള്ള പണി കുറച്ച് ഡിലേ ആയിട്ടാണ് നിൽക്കുന്നത്. ഏകദേശം കുറച്ച് പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ എല്ലായിടത്തും ഞാൻ പറഞ്ഞതുപോലെ തന്നെ പണികളൊക്കെ ഇന്ന് മഴയൊക്കെ മാറിയിട്ട് ഒന്ന് ആക്റ്റീവായിട്ട് വരുന്നതേ ഉള്ളൂ. ഇപ്പം കുറച്ച് സ്ഥലത്തൊക്കെ ടാറിങ് പണിയും പിന്നെ മണ്ണൊക്കെ നിരത്തുന്ന പണികളും മെറ്റിലൊക്കെ ഇട്ട് നിരത്തുന്ന പണിയും ഈ അമ്പലപ്പുഴ തൊട്ട് ആലപ്പുഴ നമ്മൾ ബൈപ്പാസിലോട്ട് പോകുന്ന വഴിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട അമ്പലപ്പുഴ കക്കാഴം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഭാഗത്തെ പണികൾ പിന്നെ വേറെ ഒന്നും തുടങ്ങിയിട്ടില്ല. അവിടെ നമ്മൾ 2 മാസം മുമ്പേ കണ്ടതുപോലൊക്കെ തന്നെയുള്ള പണികളേ ഉള്ളൂ. വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ട്രെയിൻ പാളം കടന്നു പോകുന്നതിൻ്റെ വടക്കേ സൈഡിലൊക്കെ ഒരു പിയറിൻ്റെ ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും തുടങ്ങാനുണ്ട്. അതൊന്നും തുടങ്ങിയിട്ടില്ല. നമ്മളിനി നേരെ വരുന്നത് പുറക്കാട് ഭാഗത്തേക്കാണ് വരുന്നത്. പുറക്കാട് ഭാഗം വരെ ഇവിടുന്ന് നമ്മുടെ പുതിയ റോഡിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുറക്കാട് ഭാഗത്ത് ബാക്കി പകുതി അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുറക്കാട് ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ റോഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വാഹനങ്ങൾ
കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പുറക്കാട് അണ്ടർപാസ് കഴിഞ്ഞേച്ച് പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നെ ഈ ബാക്കി പകുതി 6 വരി പാതയുടെ പകുതിയോളം ടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഏതാണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. റിട്ടേണിംഗ് വാൾ ബ്ലോക്കും ഈ ഒരു ഭാഗത്തായിട്ട് കുറേ ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പോസ്റ്റ് ഈ ഒരു ഭാഗത്ത് കൊണ്ട് എടുത്ത് മാറ്റാനൊക്കെ ആയിട്ട് ഇപ്പോൾ കുറേ അധികം റിട്ടേണിംഗ് വാൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നെ ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്നാണ് പിന്നെ 6 വരി പാതയുടെ ടാറിങ് നടന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയാണ്. ആ ഒരു കാരണം കൊണ്ട് രണ്ട് സൈഡിലും ഇതേപോലെ ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല നമ്മൾ ഒറ്റപ്പന കുരുട്ടുഭഗവതി ക്ഷേത്രത്തിനടുത്ത് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഇതേപോലെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് പണി നടക്കുന്നത്. ഇവിടെ താണ്ട് നമുക്കിപ്പം 6 വരി പാതയുടെ വീതിക്ക് ഈ ഒരു ഭാഗത്തും നമുക്കിപ്പം ടാർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ കാണുന്നത് 2 മാസം മുമ്പേ ഉള്ള പുറക്കാട് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒറ്റപ്പന ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അന്ന് ഈ ഒരു ഭാഗത്ത് ഇടത്തെ സൈഡിൽ 2 വരിക്കായിട്ട് തന്നെ ടാർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊന്നും അന്ന് ടാറിങ് ചെയ്തിട്ടില്ലായിരുന്നു. മാത്രമല്ല നമുക്ക് പഴയ റോഡിൽ കൂടിയായിരുന്നു പഴയ റോഡിൻ്റെ പകുതിയോളം പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് മിറ്റിലൊക്കെ ഇട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്ന പണികളായിരുന്നു നടത്തിയിരുന്നത്. അന്ന് നമ്മൾ പഴയ റോഡിൽ കൂടിയാണ് ഇങ്ങോട്ട് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരുന്നത്, അങ്ങോട്ട് പുതിയ റോഡിൽ കൂടിയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 2 മാസം മുമ്പേ ഉള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പം നേരെ ഒറ്റപ്പന വരെയുള്ള ചെറിയൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അന്ന് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് 2 സൈഡിലും ടാറിങ് ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. അന്ന് മെറ്റിലൊക്കെ ഇട്ട് നിരത്തി ഒരു സൈഡിൽ വലത്തെ ഭാഗത്തൊക്കെ മെറ്റിലൊക്കെ ഇട്ട് നിരത്തുന്ന പണിയും മണ്ണൊക്കെ ഇട്ട് മണ്ണ് നിരത്തിക്കൊണ്ടിരിക്കുന്ന പണികളൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടത്തെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് തന്നെ WMM നിരത്തിക്കൊണ്ടിരിക്കുന്ന പണികളായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഈ ഒരു ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം കാണാൻ പറ്റും ആ ഒരു ഭാഗത്തൊക്കെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പുറക്കാട് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുന്ന പല ഭാഗത്തും 6 വരി പാതയുടെ വീതിക്ക് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഇത്രയും വീതിക്ക് ടാറിങ് ആദ്യത്തെ ലെയറാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം വലത് ഭാഗത്തായിട്ടുള്ള സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പലതും ടാർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ സർവീസ് റോഡും ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാൻ പറ്റും 2 മാസം മുമ്പേ ഈ ഒരു ഭാഗത്ത് നമുക്ക് WMM ഒക്കെ ഇട്ട് നിരത്തിയിരിക്കുന്നതായിരുന്നു കണ്ടത്. ഇപ്പോൾ 2 സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഴയ റോഡ് പോകുന്ന ഭാഗമായിരുന്നു ഇപ്പോൾ വലത്തെ സൈഡിൽ കുത്തിപ്പൊളിച്ച് മണ്ണൊക്കെ എടുത്ത് മാറ്റിയിരിക്കുന്നത് കാണുന്നത്. ഇനിയിപ്പം പണിയൊക്കെ ഈ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് എളുപ്പത്തിലായിരിക്കും നടക്കുന്നത്. കാരണം ഇനി കുറച്ച് പണിയും കൂടെ ഉള്ളൂ. വാഹനങ്ങളൊക്കെ വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സ്ഥലം ഫ്രീ ആയതുകൊണ്ട് തന്നെ പണികളൊക്കെ പെട്ടെന്നായിരിക്കും ഈ ഒരു ഭാഗത്തേക്ക് പണിയൊക്കെ പുരോഗമിക്കുന്നത്. ഇപ്പം സർവീസ് റോഡിൻ്റെ പണിയൊക്കെ ഈ ഒരു സമയത്തൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. മഴയൊക്കെ മാറിയതിന് ശേഷമാണെന്ന് തോന്നി ഈ ഒരു ഭാഗത്ത് ടാർ ചെയ്തിരിക്കുന്നതൊക്കെ കാണുന്നത്. നമ്മളിപ്പം SVD UP സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ ഇനി ഒറ്റപ്പന കുരുട്ടുഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അവിടെയാണ് പിന്നെ അടുത്ത അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ 6 വരി പാത വരുന്ന ഭാഗത്തൊക്കെ ആദ്യത്തെ ലെയർ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ലെയർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണി നടക്കാനുണ്ട്. അതേപോലെ തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണം ഈ ഒരു ഭാഗത്ത് നടക്കാനുണ്ട്. ഇടത്തെ സൈഡ് ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തായിട്ട് ഇന്ന് കമ്പി ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇനി ആ ഒരു ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. ഇവിടുത്തെ കണ്ട 6 വരി പാതയ്ക്കകത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ടാറിങ് ഫിനിഷായിരിക്കുകയാണ്. ഇനി വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണിയുള്ളൂ. പിന്നെ മുമ്പോട്ട് വരുമ്പം ആ ഒരു ഭാഗത്ത് നമുക്ക് പഴയ റോഡ് വരുന്ന ഭാഗത്ത് കുത്തിപ്പൊളിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്യണം. മാത്രമല്ല വലത്തെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇപ്പോൾ ഒരു മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇനി ടാറിങ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ടാറിങ് ഒക്കെ അത്യാവശ്യം പൂർത്തിയായിട്ടുണ്ട്. ഇടത്തെ സൈഡിൽ സർവീസ് റോഡ് ഒക്കെ കംപ്ലീറ്റ് ആയി കിടക്കുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ മിക്കവാറും ഈ ഒരു ഭാഗത്തെ പണി പൂർത്തിയാകും എന്നാണ് കരുതുന്നത്. അതേപോലുള്ള പണിയാണ് നടക്കുന്നത്. ഏറ്റവും ഫാസ്റ്റായിട്ട് പണി നടന്നിരുന്ന ഈ ഒരു ഭാഗം കൂടിയാണ്. വിശ്വസമുദ്ര കരാർ ഏറ്റെടുത്തിരിക്കുന്ന ആലപ്പുഴ കൊല്ലം റീച്ചിൽ പറവൂര് മുതൽ കൊല്ലം ജില്ലയിലെ കാവനാട് വരെയുള്ള റീച്ചിൽ സ്ഥലം എടുക്കുകയാണെങ്കിൽ ഏറ്റവും സ്പീഡിലായിട്ട് ഇപ്പോൾ വർക്ക് കിടക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് നടക്കുന്നത്. അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ഭാഗത്ത് ഇപ്പം ടാറിങ് ഇത്രയെങ്കിലും ഫിനിഷ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നിക്കുന്ന കുറച്ച് സ്പീഡിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് തീർന്നിരിക്കുന്നത്. കരുനാഗപ്പള്ളി ആ ഒരു ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ടാണ് ടാറിങ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആ ഒരു ഭാഗത്ത് കുറച്ചുകൂടെ വർക്ക് ഫിനിഷായി വരുന്നുണ്ട്. അപ്പം കരുനാഗപ്പള്ളിയിൽ ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള ഒരു വീഡിയോ നമുക്ക് ഉടൻ തന്നെ നമുക്ക് ചെയ്യാം. കുറച്ച് മാറ്റങ്ങളൊക്കെ ആ ഒരു ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അമ്പലപ്പുഴ മുതൽ ആലപ്പുഴ വരെയുള്ള വീഡിയോ നമുക്ക് കുറച്ചും കൂടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാം. അപ്പം അതിനു മുമ്പേ നമുക്ക് ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള ഒരു വീഡിയോ ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളത്
ഒറ്റപ്പന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ബാക്കി പകുതി അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. മാത്രമല്ല 2 സൈഡിൽ കൂടി ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ വഴിതിരിച്ച് വിടുന്നത്. ഇപ്പോൾ പഴയ റോഡിൽ നിന്ന് അവർ വഴിതിരിച്ച് വാഹനങ്ങൾ വിടുന്ന ആ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം ഭയങ്കരമായിട്ടുള്ള പൊടിയാണ് ഈ ഒരു ഭാഗത്ത് അനുഭവപ്പെടുന്നത്. അങ്ങനെ അണ്ടർപാസിൻ്റെ നിർമ്മാണം ആക്റ്റീവായിട്ട് നടക്കുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ ഭയങ്കരമായിട്ടുള്ള പൊടി അടിച്ച് കയറുന്നുണ്ട്. നമ്മളിനി നേരെ വരുന്നത് തോട്ടപ്പള്ളി ഭാഗത്തേക്കാണ് വരുന്നത്. നമ്മൾ ഇനി ഇവിടുത്തെയും നമുക്കൊരു 2 മാസം മുമ്പേ ഉള്ള കാഴ്ചകൾ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് 2 മാസം മുമ്പേ ഉള്ള കാഴ്ചകൾ. അന്നും ഇതേപോലെ തന്നെ കുറച്ച് പണി ഈ ഇടത്തെ സൈഡിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ടാറിങ് വർക്കുകൾ ഒരു വാഹനം കടന്നു പോകാത്ത രീതിയിൽ ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. വലത്തെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്താണ് ഇപ്പം മാറ്റം സംഭവിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു ഭാഗത്ത് നമുക്കിപ്പം കാണാൻ പറ്റും. ആ ഒരു ഭാഗത്ത് ഇവിടെ വലത്തെ സൈഡിലായിട്ട് അന്ന് മെറ്റിലൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റ് മാറ്റങ്ങളൊന്നും നമ്മൾ ഈ ഒറ്റപ്പന കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ടില്ല. ഇപ്പം പ്രധാനമായിട്ട് കഴിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലത്തെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ടാറിങ് കുറച്ചുകൂടെ ഫിനിഷ് ആയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പം കാണാൻ പറ്റുന്നത്. ഇവിടോട്ട് വരുമ്പോൾ നമുക്കിപ്പോൾ കാണാം വലത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം വലത്തെ സൈഡിൽ കുറച്ച് ടാറിങ് ഈ ഒരു ഭാഗത്തായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇടത്തെ സൈഡിലായിട്ട് ഇപ്പം ഒരു ടാറിങ്ങിൻ്റെ ഘട്ടത്തിലോട്ട് നിൽക്കുകയാണ്. പക്ഷേ ടാറിങ് തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നിക്കുന്നത് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു ഭാഗത്ത് ഇടത്തെ സൈഡിൽ ടാറിങ് വർക്കുകൾ ഉടൻ തന്നെ ഫിനിഷ് ആകുമെന്നാണ് കരുതുന്നത്. നമ്മളിനി നേരെ തോട്ടപ്പള്ളി ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ വരെ നല്ല ആക്റ്റീവായിട്ടുള്ള പണി നിൽക്കുകയാണ്. ഇനി ഇവിടെ മുതൽ നമ്മൾ തോട്ടപ്പള്ളി പാലത്തിൻ്റെ പണി നടക്കുന്നതിന് വരെ പിന്നെ വലിയ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ഒരു വലിയൊരു 2 മരം കൂടെ അവിടെ നിൽക്കുന്നത് കാണാൻ പറ്റും. അത് ഇനി മുറിച്ച് മാറ്റണം. പിന്നെ അവിടെ തന്നെ ചെറിയൊരു അമ്പലം പോലെ ഉണ്ട്, അതും ഇനി പൊളിച്ച് മാറ്റണം. അതൊക്കെ ഇനി കുറച്ച് നാളിന് ശേഷം മാത്രമേ ഇനി പൊളിച്ച് മാറ്റാനുള്ള സാധ്യതയുള്ളൂ. നമുക്കിപ്പം ഇവിടെ കാണാൻ പറ്റും കുറേ അധികം ഇത് കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അമ്പലപ്പുഴയിലൊക്കെ ഇങ്ങനെ പണി നടക്കുന്ന സമയത്ത് അവർ കുറേ അധികം കൊണ്ടുവന്ന് പിറക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി തിരിച്ചിവിടെ കൊണ്ടുവന്ന് വെച്ചാണോന്നും അറിയത്തില്ല, അതോ പുതിയതാണോന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇവിടെ കുറേ അധികം ഈ സാധനം കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തോട്ടപ്പള്ളി പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വലത് ഭാഗത്ത് 2 ഗർഡറുകളുടെ പണിയും ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരെ നമ്മൾ തോട്ടപ്പള്ളി പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയത്. ഇവിടുത്തെ കുറച്ച് വീഡിയോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. അപ്പം ഇവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ്. അടുത്ത അപ്ഡേറ്റ് ചിലപ്പം ഉടൻ തന്നെ നമ്മൾ ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ളതായിരിക്കും. അപ്പം കാത്തിരിക്കുക, വീണ്ടും എത്തും.